ഹലോ നമസ്കാരം, താര സൗണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു പോർക്കും കായയും കറി വെക്കണ ഒരു വീഡിയോ കണ്ട് നോക്കിയാലോ. അപ്പോൾ ഇവിടെ ബീഫിലായാലും പോർക്കിലായാലും ഒക്കെ കായാണ് എപ്പോഴും കൂടുതലിടണത്. കൂർക്കയൊന്നും ഇവിടെ കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കായ തന്നെയാണ് എല്ലാത്തിലും ഇടണത്. അപ്പോൾ ഇവിടെ കാനഡയിൽ കിട്ടണ പോർക്ക് ഇങ്ങനത്തെ നല്ല നല്ല പീസാക്കിയിട്ടുള്ള പോർക്കാണിത്. പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 6 കഷ്ണങ്ങളെങ്കിലും ഉണ്ടാകും. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ 2 കഷ്ണം എടുത്ത് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാവരും എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ നെയ്യ് കൂടുതലുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിൽ നെയ്യ് കുറവായിരുന്നു, പക്ഷേ നെയ്യ് ഉള്ളപ്പോഴാണ് ഈ ഇറച്ചി കൂട്ടാൻ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല പീസാക്കിയിട്ടാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തിയ അല്ലെങ്കിൽ ഉരുണ്ട കഷ്ണങ്ങളാക്കിയൊക്കെ നുറുക്കിയെടുത്താൽ മതിയാകും. ഒരു വേസ്റ്റ് ഒന്നും ഇതിലുണ്ടാവില്ല. എല്ലാം നല്ല ക്ലീൻ ആയിട്ടുള്ള ഇറച്ചി തുണ്ടനുകളായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ചെറുതാക്കി ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നെയ്യ് കൂടുതലുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ കായ ഇടണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞളഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞളയണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നെയ്യ് ഉരുകി വരുമ്പോൾ തന്നെ നല്ലോണം ഗ്രേവി ഉണ്ടാവും, ചാറുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിലൊക്കെ ഇടാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ബീഫ് മസാലയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇപ്പോൾ ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു വലിയ സവാളയും പിന്നെ ഒരു 5-6 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി അല്ലേ. അതൊക്കെ വെളുത്തുള്ളിയൊക്കെ കൂടെ വലിയ വെളുത്തുള്ളി ആയിരുന്നാൽ നമുക്കൊരു 3-4 എടുത്താൽ മതിയാകും. ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാനുള്ള, ഇതിൽ നെയ്യ് കൂടുതലുള്ള കാരണം തന്നെ പിന്നെ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് 3 വിസിൽ കേട്ടാൽ മതിയാകും. പിന്നെ നമുക്കിതിലേക്ക് 2 കായ എടുത്തിട്ടത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി പോർക്ക് 3 വിസിൽ കേട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസിൽ കേട്ടുള്ളൂ. അപ്പോഴത്തേനും അത് വെന്തൊരു വിധമായിട്ടുണ്ട്. നല്ലോണം പെട്ടെന്ന് വേകണ ഇറച്ചിയാണിത്. പിന്നെ നെയ്യുണ്ടെന്നാനും. അപ്പം ഞാൻ ഈ കായ ഇതിൻ്റെ മുകളിലിട്ട് വേവിക്കാനുള്ള വേറെ ഒരു ചെറിയ കുക്കറിലിട്ടാണ് കായ വേവിക്കണത്. കായ ഒരു വിസിൽ കേട്ടിട്ട് ആ വിസിൽ കളയണം, അല്ലെങ്കിൽ കായയും വെന്തൊടയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കായ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലെ നെയ്യ് എടുത്ത് തന്നെയാണ് ഞാൻ പിന്നെയുള്ള സവാള ഒരെണ്ണം മൂപ്പിക്കണത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാനുള്ള. അപ്പോൾ ഇതിലെ മുകളിൽ നിന്ന് തന്നെ നെയ്യ് നമ്മിങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി മൂപ്പിക്കാനുള്ള നെയ്യ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വലിയ സവാളയും കൂടി എടുത്ത് അത് ചെറുതാക്കി കട്ട് ചെയ്ത് പിന്നെ 5-6 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് നമ്മൾ ഈ നെയ്യിലിട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഞാൻ നേരത്തെ മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർത്തേക്കണം. കാരണം തന്നെ ഇപ്പം മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കണത്. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് മല്ലിയുടെ കുത്തൊക്കെ മാറിയിട്ട് വേണം നമുക്ക് ഈ ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ കായാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക്. അപ്പോൾ ഈ പോർക്കിറച്ചിയുടെ കുറച്ച് ഗ്രേവിയും കൂടി ഒഴിച്ചതിന് ശേഷം കായ ഇട്ടിട്ടൊന്ന് വരണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഇറച്ചി ഇടണത്. അല്ലെങ്കിൽ എല്ലാം കൂടിയും ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് ചെറിയ ഗ്രേവി ആയിട്ടാണ് കിട്ടിയേക്കണത്. ഇതിൻ്റെ നെയ്യാണ് ഗ്രേവി ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല കറിയാണ്. ഇവിടുത്തെ പോർക്കിറച്ചിക്കൊക്കെ നല്ല പ്രത്യേക ടേസ്റ്റാണ്. നാട്ടിനേലും നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും രാത്രി ചപ്പാത്തിയുടെ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് ഗ്രേവി ആണെങ്കിലും അതിന് നല്ല പ്രത്യേക രസമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കായിട്ട് കറി വെക്കാത്തവരൊന്ന് പോർക്കിറച്ചിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കറി വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.